ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കീമിന് ചോദിച്ച മറ്റൊരു ഇന്റഗ്രേഷന്റെ പ്രോബ്ലം നമുക്ക് ചെയ്യാം. പ്രോബ്ലം ഇതാണ്: ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് സീക്ക് എക്സ് ഇൻറ്റു 1 പ്ലസ് ടാൻ എക്സ് ഡി എക്സ്. അതിന്റെ ആൻസേഴ്സ് തന്നിട്ടുണ്ട്. 5 ഓപ്ഷൻ ആണ് തന്നിരിക്കുന്നത്. എ എന്നുള്ളത് ഇ റേസ് ടു എക്സ് ടാൻ എക്സ് പ്ലസ് സി, ഇ റേസ് ടു എക്സ് പ്ലസ് സീക്ക് എക്സ് പ്ലസ് സി, സി എന്നുള്ളത് ഇ റേസ് ടു മൈനസ് എക്സ് സീക്ക് എക്സ് പ്ലസ് സി, ഡി എന്നുള്ളത് ഇ റേസ് ടു എക്സ് പ്ലസ് ടാൻ എക്സ് പ്ലസ് സി, ഇ എന്നുള്ളത് ഇ റേസ് ടു എക്സ് സീക്ക് എക്സ് പ്ലസ് സി. ഇങ്ങനെ 5 ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എങ്ങനെയാണ് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണം നോക്കണം. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇ റേസ് ടു എക്സ് സീക്ക് എക്സ് ഇൻറ്റു 1 പ്ലസ് ടാൻ എക്സ് എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണ സാധനം എന്താണെന്നറിയോ? ഇ റേസ് ടു എക്സ് സീക്ക് എക്സിന് പകരം നമ്മൾ ടി എന്ന് കൊടുക്കും. ഇ റേസ് ടു എക്സ് സീക്ക് എക്സിന് പകരം ടി എന്ന് കൊടുത്തിട്ട് നമ്മൾ അതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഇ റേസ് ടു എക്സ് ഒരു ഫംഗ്ഷൻ ആണ്, സീക്ക് എക്സ് വേറൊരു ഫംഗ്ഷൻ ആണ്. 2 ഫംഗ്ഷൻ വന്നാൽ അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വി ഷുഡ് അപ്ലൈ ദ പ്രൊഡക്റ്റ് റൂൾ ഫോർ ഡിഫറൻസിയേഷൻ. എന്താണ് പ്രൊഡക്റ്റ് റൂൾ ഫോർ ഡിഫറൻസിയേഷൻ? ഡി ബൈ ഡി എക്സ് ഓഫ് യു വി ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അതാണ് ഡെറിവേറ്റീവിന്റെ റൂൾ, പ്രൊഡക്റ്റ് റൂൾ. നിങ്ങൾ +1 പഠിച്ച ഫോർമുലയാണ്. പ്രൊഡക്റ്റ് റൂൾ ഫോർ ഡിഫറൻസിയേഷൻ, കോഷ്യൻ റൂൾ ഫോർ ഡിഫറൻസിയേഷൻ, ഇതൊക്കെ നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇ റേസ് ടു എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് കാണുന്നു, ഇ റേസ് ടു സീക്ക് എക്സിനെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് കാണുന്നു. ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇ റേസ് ടു എക്സ് ഇൻറ്റു സീക്ക് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്താണ് സീക്ക് എക്സിന്റെ ഡിഫറൻസിയേഷൻ? നമുക്കറിയാം, സീക്ക് എക്സ് ടാൻ എക്സ് എന്നാണ്. ഇനി അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു സീക്ക് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ഡി. കോമൺ ആയിട്ട് ഡി എക്സ് എഴുതാം, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡി ടി എഴുതാം. അപ്പൊ നമ്മൾ ഡിഫറൻസിയേഷൻ പാർട്ട് കഴിഞ്ഞു. അതായത് ഇ റേസ് ടു എക്സ് സീക്ക് എക്സിനെ ഇ റേസ് ടു എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് കണ്ടു, സീക്ക് എക്സിനെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് കണ്ടു. എന്നിട്ട് ഏത് റൂൾ ഉപയോഗിച്ചു? പ്രൊഡക്റ്റ് റൂൾ ഫോർ ഡിഫറൻസിയേഷൻ ഉപയോഗിച്ചു. ഫസ്റ്റ് ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് എന്താണ്? സീക്ക് എക്സ് ടാൻ എക്സ് പ്ലസ് സീക്ക് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ്. ഇനി ഇതിൽ എന്തെങ്കിലും കോമൺ ആയിട്ട് വല്ല സാധനം ഉണ്ടോ നോക്കിയേ. കണ്ട, ഇ റേസ് ടു എക്സ് സീക്ക് എക്സ് ഡി എക്സ്, ഇ റേസ് സീക്ക് എക്സ് ഇവിടെ ഉണ്ട്, ഇ റേസ് സീക്ക് എക്സ് ഇവിടെ ഉണ്ട്. അത് അങ്ങോട്ട് പുറത്തേക്ക് എടുത്തു. ഞാൻ ഇ റേസ് സീക്ക് എക്സ് അങ്ങോട്ട് പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ എന്തുണ്ട്? ടാൻ എക്സ് ഉണ്ട്. ഇവിടെ എന്തുണ്ട്? 1 ഉണ്ട്. ഇവിടെ ഡി എക്സ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇ റേസ് ടു എക്സ് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് പ്ലസ് 1 ഡി എക്സ് ഇക്വൽ ടു ഡി ടി എന്ന് കിട്ടി. നമ്മുടെ ക്വസ്റ്റിലേക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇ റേസ് ടു എക്സ് സീക്ക് എക്സ് ഇൻറ്റു 1 പ്ലസ് ടാൻ എക്സ് എന്നാണ്. അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്യാം? ഈ ഇ റേസ് ടു സീക്ക് എക്സ് 1 പ്ലസ് ടാൻ എക്സ് ഡി എക്സിന് പകരം ഇതിന് മൊത്തമായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഡി ടി എന്ന് കൊടുക്കാം. കണ്ടോ? ഇ റേസ് ടു എക്സ് സീക്ക് എക്സ് ഇൻറ്റു 1 പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ഡി എക്സിന് പകരം നമുക്ക് എന്ത് കൊടുത്തു? ഡി ടി എന്ന് കൊടുത്തു. ഇവിടെ ഡി എക്സ്, ഇവിടെ ഡി എക്സ് ഈക്വൽ ഡി ടി. കണ്ടോ? ഇ റേസ് ടു എക്സ് സീക്ക് എക്സ് ഇൻറ്റു 1 പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ഡി എക്സിന് പകരം ഡി ടി എന്ന് കൊടുത്തു. അപ്പൊ ഇത് ടൈം മൊത്തം ഡി ടിയിലേക്ക് വന്നു. ഇനി ഇവിടെ 1 ആണ് ഫംഗ്ഷൻ അല്ലെ? 1നെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ടി എന്ന് കിട്ടും. ടി. ഈ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ റേസ് ടു സീക്ക് എക്സ് ആണ്. ഇ റേസ് ടു സീക്ക് എക്സ് ഒരു കോൺസ്റ്റന്റ് ചേർക്കണ്ടേ? ചേർക്കണം. അപ്പൊ ഇ റേസ് ടു സി എക്സ് സീക്ക് എക്സ് പ്ലസ് ആൻസർ അതിലുണ്ടോ നോക്കിയേ. ഇങ്ങനെ നോക്കി 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 വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിന്റെ ആൻസർ ഇ ആണ് ആൻസർ. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? ഇ റേസ് ടു എക്സ് സീക്ക് എക്സ് പ്ലസ് ഇ ആൻസർ കിട്ടി കേട്ടോ. അപ്പൊ ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഇത് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല അല്ലെ? നമ്മൾ പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ഇ റേസ് ടു എക്സ് സീക്ക് എക്സിനെ നമ്മൾ ഡിഫറൻഷിയേഷൻ കഴിഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം മൊത്തമായിട്ട് അവൻ ഡി ടിയിലേക്ക് മാറി. കണ്ടോ? അവിടെ ഒന്നുമില്ല, എല്ലാം അവശേഷിപ്പിച്ചുകൊണ്ട് ഇ റേസ് ടു എക്സ് സീക്ക് എക്സ് ഇൻറ്റു 1 പ്ലസ് ടാൻ എക്സ് ഡി എക്സിന് പകരം മൊത്തമായിട്ട് എന്ത് ചേർക്കാൻ പറ്റി? ഡി ടി ചേർക്കാൻ പറ്റി. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ വളരെ ലളിതമായ ഇന്റഗ്രൽ ഓഫ് 1നെ നമുക്ക് ടി വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടണേ? നമുക്ക് ടി എന്ന് കിട്ടും. ആ ടിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായിരുന്നു? ഇ റേസ് ടു എക്സ് സീക്ക് എക്സ് ആയിരുന്നു. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ആൻസർ കിട്ടി. നമ്മുടെ 5ാമത്തെ ആൻസർ ഇ ആണ്. നമ്മുടെ ആൻസർ കിട്ടി ഇ റേസ് ടു എക്സ് സീക്ക് എക്സ് പ്ലസ്. എൻട്രൻസ് എക്സാമിനേഷൻ വരുമ്പോ ഇങ്ങനെ ഒന്നും സ്റ്റെപ്സ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതൊക്കെ മനസ്സിലാലോചിച്ചാൽ മതി. ഇ റേസ് ടു എക്സ് സീക്ക് എക്സ് ആൻഡ് ഡെറിവേറ്റീവ് മനസ്സിലാലോചിക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇതിന്റെ മൊത്തം നമുക്ക് ഡി ടി ആയിട്ടും വരും. ഇതിന്റെ ആൻസർ ഇ റേസ് ടു എക്സ് പ്ലസ് സീക്ക് എക്സ് പ്ലസ്. ഇതേപോലുള്ള പ്രോബ്ലംസിനെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം.
ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുക. നമ്മൾ ഇങ്ങനെയുള്ള ആൻസർ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ മാറിയൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇതിന്റെ ആൻസറിലേക്ക് കൊടുക്കും. അങ്ങനെ ഓപ്ഷൻ തെറ്റിച്ചു കൊടുത്താൽ നമുക്ക് നെഗറ്റീവ് മാർക്കുണ്ട്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കീം എൻട്രൻസ് എക്സാമിനേഷൻ നെഗറ്റീവ് മാർക്കുള്ള കാര്യം എല്ലാവരും പ്രത്യേകം ഓർക്കണം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് 4 മാർക്ക് കിട്ടും. തെറ്റിപ്പോയാൽ 1 മാർക്ക് നെഗറ്റീവ് മാർക്കായിട്ട് പോകും. അപ്പൊ നമ്മുടെ മാർക്ക് ഇത് കുറഞ്ഞു പോരും. അപ്പൊ അത് വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ടിക്ക് ചെയ്യുന്ന, നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന ആൻസർ 100% കറക്റ്റ് ആണെങ്കിൽ അത് ടിക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലത്തിലൊക്കെ നിങ്ങൾ റഫായിട്ടൊന്ന് ചെയ്ത് നോക്കിയതിന്റെ ആൻസർ കിട്ടും. അപ്പൊ ഇന്റഗ്രേഷനിലെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു ഫംഗ്ഷൻ ആണ് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇന്റഗ്രേഷൻ ബൈ ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റീസ്, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്, ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ, ഈ ഒരു മേഖലകളിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് പരിചയപ്പെട്ട് അങ്ങനെയുള്ള പ്രോബ്ലംസ് നിങ്ങൾ പരിചയപ്പെട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിനേഷൻ കയറി വരുന്നത്, ഇന്റഗ്രേഷൻ കയറി വരുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് കൂടുതൽ സമയം എടുത്ത് ചെയ്യാനില്ല. വിത്തിൻ എ ഷോർട്ട് ടൈമിനുള്ളിൽ നമ്മൾ അതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരണം കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക, നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇതേപോലെ സിമിലർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ എവിടെയെങ്കിലും കാണുമ്പോൾ നിങ്ങൾ അതെടുത്ത് വീണ്ടും ചെയ്യാം കേട്ടോ. അപ്പൊ എങ്ങനെ എൻട്രൻസിൽ നമുക്ക് നല്ല സ്കോർ വാങ്ങിക്കാൻ സാധിക്കും കേട്ടോ. ഓക്കെ.